ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ 3 ആഴ്ച കൂടി തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. യുദ്ധം US വിജയിച്ചു കഴിഞ്ഞു, ഇറാനെ സൈനികമായി തകർത്തുവെന്നും ട്രംപ് അവകാശപ്പെടുകയാണ്. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. Yes, അതേസമയം ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണികളിൽ എല്ലാം തന്നെ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ വിപണിയായ സെൻസസിലും വലിയ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഒരു ഘട്ടത്തിൽ അത് 1400 പോയിന്റ് വരെ ഇടിഞ്ഞ സാഹചര്യമുണ്ട്. ഒപ്പം ക്രൂഡ് ഓയിലിന്റെ വില $100 മുകളിൽ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷവും നടത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അന്താരാഷ്ട്ര ഡെസ്കിൽ നിന്നും അജയ് സുധാ ബിജുവാണ് ചേരുന്നത്. അജയ്, ഇന്ന് ട്രംപ് അഭിസംബോധന ചെയ്യും അമേരിക്കൻ ജനതയെ എന്നത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയായിരിക്കുമോ ട്രംപ് നൽകുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. പക്ഷേ ഇനിയും യുദ്ധം തുടരും എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രതിഫലനം ഇതാ വിപണികളിൽ കാണാനും സാധിക്കുന്നുണ്ട്. എന്താണ് മറ്റു ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങളടക്കം വന്നിട്ടുണ്ടോ? ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? അഭിലാഷ്, ട്രംപ് ആദ്യം യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇറാനു നേരെയുള്ള സൈനിക നടപടി അത് ഏതാണ്ട് 4 ആഴ്ച നീണ്ടു നിൽക്കും എന്നാണ് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഈയൊരു സംഘർഷം ഏതാണ്ട് 4 ആഴ്ച പൂർത്തിയാകുന്ന ഈയൊരു ഘട്ടത്തിൽ ട്രംപിന്റെ വാർത്താ സമ്മേളനം എല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയിരുന്നത്. ചിലപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ അദ്ദേഹം തുറന്നിടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പലരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇറാനുമായി ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായിട്ടും സമാധാന സന്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നതായിട്ടുമുള്ള വിവരങ്ങൾ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെയധികം പ്രസക്തിയുള്ളതായിരുന്നു. എന്നാൽ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ട്രംപ് യാതൊരുവിധ സൂചനകളും ഈ വാർത്താ സമ്മേളനത്തിലുടനീളം നൽകിയില്ല എന്ന് മാത്രമല്ല, ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ ഇനിയും 4 ആഴ്ച കൂടി നീണ്ടു നിൽക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മുതൽ 3 ആഴ്ച വരെ ഇത് നീളാൻ സാധ്യതയുള്ളതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക പ്രഖ്യാപനം. അതിന് പിന്നാലെ വിപണിയിൽ ഉൾപ്പെടെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏഷ്യൻ വിപണിയിൽ മാത്രമല്ല, അമേരിക്കൻ വിപണിയിൽ വരെ ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് 1400 പോയിന്റ് ഒരു ഘട്ടത്തിൽ ഇടിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 400 പോയിന്റ് താഴേക്ക് വരുന്ന അവസ്ഥയുണ്ടായി. ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ ദിവസം $100 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലേക്കൊക്കെ ഒന്ന് താഴ്ന്നിരുന്നു. ഇതിൻ്റെ സമാധാന നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വാർത്ത വന്നതിന് ശേഷം. എന്നാൽ ഇന്ന് അത് വീണ്ടും ഉയർന്ന് 106.26 എന്നുള്ള വിലയിൽ ക്രൂഡ് ഓയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഈയൊരു അവസ്ഥയിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ പ്രസ്താവനയോട് നേരിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എന്നാൽ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന് നേരെ ഒരു വലിയ എയർ സ്ട്രൈക്കായിട്ട് അവർ മിസൈൽ വർഷവും ഡ്രോൺ ആക്രമണവുമൊക്കെ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ ഇവയെല്ലാം വിജയകരമായി പ്രതിരോധിച്ചതായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. അതുപോലെ UAE കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏതാണ്ട് 6 ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഇറാഖിനുള്ളിലെ അമേരിക്കയുടെ
അമേരിക്കയുടെ എംബസിക്ക് കർശന സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിലുള്ള അമേരിക്കൻ എംബസി ഒരു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറാഖിനുള്ളിലെ ചില ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം നടത്താൻ സാധ്യതയുള്ളതായിട്ടാണ് ഇവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇറാന് നേരെയുള്ള ആക്രമണവും നിലവിൽ ഈ ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. സൈറനുകൾ ഉൾപ്പെടെ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിലവിൽ ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ട്രംപ് ഇപ്പോൾ യുദ്ധം വിജയിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഈ സൈനിക നടപടികൾ അത് ഇനിയും തുടരും എന്ന് പറയുന്നതിൽ എന്താണ്, അതിലൊരു വ്യക്തതയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നിലവിൽ വന്നിട്ടില്ല. ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് ഒരു തുറന്ന കത്ത് അയച്ചിരുന്നു. ഈ കത്തിൽ അദ്ദേഹം അമേരിക്കൻ ജനതയോട് പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കയുടെ ഈ നടപടികൾ, സൈനിക നടപടികളെ അമേരിക്കൻ ജനത തന്നെ തള്ളിക്കളയണം, ഈ ഒരു നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തണം എന്നെല്ലാം അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ട്രംപിന്റെ പ്രസംഗത്തിൽ നിരവധി അവകാശവാദങ്ങൾ, അതുപോലെ തന്നെ തൻ്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ നിരവധി കാര്യങ്ങൾ എല്ലാം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള ഈ സൈനിക നടപടികൾ അത് ഇപ്പോൾ നിലവിൽ നീണ്ടു നിൽക്കുന്നത് വെറും 32 ദിവസങ്ങൾ മാത്രമാണ്. എന്നാൽ മുൻപത്തെ പോരാട്ടങ്ങൾ, മുൻപ് അമേരിക്ക ഏർപ്പെട്ടിരുന്ന യുദ്ധങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാഖുമായിട്ട് 8 വർഷം നീണ്ട യുദ്ധമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും എല്ലാം വർഷങ്ങളോളം നീണ്ടു നിന്നു. അങ്ങനെ പല കാര്യങ്ങളും, പല ഉദാഹരണങ്ങളും അദ്ദേഹം എടുത്തിടുന്നുണ്ട്. അതുമാത്രമല്ല, ഇറാനുമായി നിലവിൽ ഡിപ്ലോമാറ്റിക് ലെവലിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന് നൽകും എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതായത് ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ തങ്ങൾ നിലവിൽ ആക്രമിക്കുന്നില്ല, പവർ പ്ലാന്റുകളെയും ആക്രമണ വിധേയമാക്കും, അതുപോലെ തന്നെ ഇറാനെ ഒരു ശിലായുഗത്തിലേക്ക് നയിക്കും എന്നെല്ലാമാണ് ട്രംപിന്റെ നിലവിലത്തെ ഭീഷണി എന്ന് പറയുന്നത്. അതുപോലെ ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിലും ട്രംപ് നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ അമേരിക്ക ഇടപെടില്ല. കാര്യം പശ്ചിമേഷ്യയിൽ നിന്ന് US എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം, അതുവഴി വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ നോക്കണം, അവർ ഹോർമുസ് കടലിടുക്കിന് സുരക്ഷ ഏർപ്പാടാക്കണം എന്നെല്ലാമാണ് ട്രംപ് തൻ്റെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ US ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരാണ്. US-ൻ്റെയും വെനസ്വേലയുടെയും ആകെ മൊത്തം എണ്ണ ഉൽപ്പാദനം എന്ന് പറയുന്നത് സൗദിയുടെയും റഷ്യയുടെയും എണ്ണ ഉൽപ്പാദനത്തെക്കാൾ കൂടുതലാണ് എന്നെല്ലാം ട്രംപ് അവകാശവാദം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാമെന്നും ട്രംപ് ഒരു വാഗ്ദാനം നടത്തുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ക്ലിയർ ചെയ്യുന്ന മറ്റൊരു കാര്യം, തങ്ങളുടെ ലക്ഷ്യം പശ്ചിമേഷ്യയിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കുകയാണ്, അല്ലാതെ ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ അമേരിക്കയുടെ ലക്ഷ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം, അമേരിക്കയിൽ നിരവധി സൈനികർ ഈ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ തന്നോട് ആവശ്യപ്പെട്ടു, അതായത് ഈ യുദ്ധത്തിൽ അമേരിക്ക ലക്ഷ്യങ്ങൾ കാണണം, ഈ യുദ്ധത്തിൽ ഫലപ്രാപ്തിയിലെത്തണം എന്ന് ആ സൈനികരുടെ കുടുംബാംഗങ്ങൾ തന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് കാരണമാണ് ഇപ്പോഴും യുദ്ധം തുടരുന്നത് എന്നുള്ള ഒരു ന്യായീകരണവും അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം നിലവിൽ യാതൊരു വ്യക്തതയും നൽകുന്നില്ല. യുദ്ധം, ഈ ഒരു സംഘർഷം അത് തുടരും എന്നുള്ള സൂചനകളാണ് ട്രംപ് തൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നൽകിയത്. യെസ്, എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം പുറത്തു വരുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചനകൾ അല്ല ഇപ്പോഴും പുറത്തു വരുന്നത്. 3 ആഴ്ച കൂടി യുദ്ധം തുടരും എന്നതാണ് ട്രംപിൻ്റെ അവകാശവാദം. പക്ഷേ ഇറാൻ അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും പല രാജ്യങ്ങളും ഇത്തരം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും എന്നതായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രതീക്ഷ. പക്ഷേ വ്ളാഡിമിർ സെലൻസ്കി വലിയ പ്രതിരോധ
സമ്മർദ്ദം തീർക്കുകയും പല രാജ്യങ്ങളുടെ പിന്തുണ യുക്രൈന് ലഭിക്കുകയും ചെയ്തതോടെ അത് വർഷങ്ങൾ നീണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇനിയും അത്തരം ചേരി രൂപപ്പെടാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തു തന്നെയാണെങ്കിലും യുദ്ധം തുടരുമ്പോൾ അത് കേരളത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ LPG ലഭ്യത കുറഞ്ഞു എന്നതാണ് ആ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.